കുറച്ച് ദിവസം മുമ്പുണ്ടായ തുടർച്ചയായ മഴയുടെ ബാക്കി കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ഒരു ഉത്സവം പോലെ വിളവെടുപ്പ് നടന്നതും ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും അല്ല, 1200-ലധികം കടകളാണ് വിളവെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഇതുപോലെ വെള്ളത്തിലാണ്ടുപോയത് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വർഷം എല്ലാ സ്ഥലവും വെള്ളത്തിൽ മുങ്ങാൻ കാരണമായ പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ട് ഇതിനോട് ചേർന്ന് പോകുന്ന ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ ഇവിടെ തന്നെ കെട്ടിക്കിടന്ന് ഇതുപോലെയുള്ളൊരവസ്ഥയുണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ കടകളും ഒരു ആവറേജ് ഒരു 5-6 കിലോ തൂക്കം വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു വില നോക്കുകയാണെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ കൊടുത്താൽ തന്നെ 1 ലക്ഷം രൂപയോളം നമുക്ക് വില വരും. നമ്മൾ നേരിട്ട് വിൽക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും പണം കിട്ടാവുന്ന അത്രയും വിളവ് നമുക്ക് ഈ വർഷം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം, ഓരോന്നും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു. മഴ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പറിച്ചെടുക്കാനുള്ളൊരു മൂപ്പ് ഇതിനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ നിർത്തേണ്ടി വന്നത്. വെള്ളം ഒഴുകി പോകുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തിയെങ്കിലും മഴ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. നമ്മൾ വിചാരിച്ച പോലെ വെള്ളം പോവുകയും ചെയ്തില്ല. ഇതെല്ലാം ഒരുവിധം ചീഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡ്രെയിനേജിൽ കൂടി വെള്ളം ഒഴുകാൻ തുടങ്ങിയത്. അധികാരികൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരിട്ട് ഒരു കൃഷി പാരമ്പര്യമുള്ള ആളുകളൊന്നുമല്ല, നമ്മൾക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടെ സഹായത്തിന് ആളുകളെ വെക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കാനും, അതുപോലെ തന്നെ വളങ്ങളായാലും അതുപോലെ നമ്മൾ വിത്തുകൾ എന്ത് തന്നെ വാങ്ങണമെങ്കിലും എല്ലാം നമ്മൾ ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന വില പോലെയല്ല. കർഷകർ ഇതെല്ലാം ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നല്ല വില കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 60,000 രൂപയോളം നമ്മൾക്കിതിൽ ജോലി ചെയ്യിപ്പിച്ച യന്ത്രങ്ങൾ, ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സംഭവിക്കേണ്ട നഷ്ടം സംഭവിച്ചും കഴിഞ്ഞു. സാധാരണ എല്ലാ കർഷകർക്കും സംഭവിക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. നമ്മളിത് വിൽക്കുന്ന സമയത്ത് ഒരിടനിലക്കാരനാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചത്ര പണവും ലഭിക്കില്ല. നമ്മൾ നേരിട്ട് മാർക്കറ്റ് കണ്ടെത്തിയോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു മൂല്യവർദ്ധിത വസ്തുക്കളാക്കി വിൽക്കാൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ കൃഷിയിടങ്ങൾ കാണുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെയും ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.